ഹായ് ഗൈസ്, അപ്പോൾ അതാണ്ട് മോളുടെ സ്കൂളിലെ ശാസ്ത്രമേളയായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ തിരഞ്ഞെടുത്തേക്കുന്ന തീം നമ്മുടെ മുണ്ടക്കൈ ദുരന്തമാണ്. അപ്പോൾ അറിയാമല്ലോ, നമ്മുടെ ചൂരൽമല, മുണ്ടക്കൈ, പിന്നെ വെള്ളാർമല, അങ്ങനത്തെ കുറേ പരിപാടികൾ നമ്മൾ പോസ്റ്റായിട്ട് വെക്കണമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഓരോ തിരക്കുകളായിരുന്നു കേട്ടോ. രാത്രി ഓരോ സാധനം ഉണ്ടാക്കുമ്പോഴും സമയം പോകുന്ന അറിയില്ല. നമ്മൾ ഓരോ വട്ടം ഫോൺ എടുക്കുമ്പോഴും ടൈം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. കാരണം ഇവൾ സ്വന്തമാണ് അതൊക്കെ ചെയ്യുന്നത്. നമ്മൾ രണ്ടേ വീട് ഞാൻ ഉണ്ടാക്കി കാണിച്ചു കൊടുത്തു. ബാക്കി അവൾ സ്വന്തം ചെയ്ത് തീർക്കുകയാണ്. അപ്പോൾ അവൾ ചെയ്യുന്നതിനനുസരിച്ച്, അവൾ കുട്ടിയല്ല, അവൾ ഓരോന്ന് ചെയ്യുമ്പോഴും അത് സ്ലോ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ടൈം പോണത് അറിയണില്ല. പക്ഷെ വേറെ ഒന്നുമില്ല കേട്ടോ, വേറെ ഞങ്ങൾക്ക് ഉറക്കമൊന്നും വരുന്നില്ല കേട്ടോ. അതൊരു വലിയ കാര്യം. കാരണം അവളോട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, എടി മോളെ നീ ഉറക്കം വരണ്ടെങ്കിൽ നീ പോയി കിടന്നത്. ഇല്ലമ്മ എനിക്ക് ഉറക്കമില്ല, ഞാനത് ചെയ്ത് തീർത്തോളാം, തീർത്തിട്ട് ഞാൻ കിടന്നോളാം എന്ന് തന്നെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് വേറൊരു സന്തോഷം. കാരണം അവളുടെ വർക്കാണല്ലോ, അവൾ ചെയ്ത് തീർക്കട്ടെ എന്ന് തന്നെ ഓർത്തു. പിന്നെ അതുമല്ല, നാളെ രാവിലെ നേരത്തെ സ്കൂളിൽ പോകണം. കാരണം നമ്മുടെ മുണ്ടക്കൈ ദുരന്തം അത് ഡെമോ ചെയ്യണമെങ്കിൽ കുറച്ച് പണിയാണ്. കാരണം മണ്ണൊക്കെ എടുത്ത് അവിടെ ക്ലാസ് റൂമിൽ കൊണ്ട് വെച്ച് കുറച്ച് പരിപാടികളുണ്ടല്ലോ. അപ്പോൾ നേരത്തെ എണീക്കേണ്ടതല്ലേ എന്നൊക്കെ ഞാൻ അവളോട് കുറേ പറഞ്ഞു നോക്കി. പക്ഷെ അവൾ ഇല്ല, ഞാൻ ലേറ്റായിട്ട് തന്നെ കിടക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എല്ലാം ഫിനിഷ് ആക്കിയതിന് ശേഷമാണ് എൻ്റെ മോള് കിടന്നത് കേട്ടോ. അപ്പോൾ അതാണ്ട് എല്ലാം ഫിനിഷായി, നല്ല നല്ല ഉണങ്ങിയിട്ടുണ്ട് വീടൊക്കെ. അപ്പോൾ അതാണ്ട് രാവിലെ തന്നെ സ്കൂളിലെത്താമെന്ന് ചോദിച്ചു കേട്ടോ. കാരണം ഒരു 8:30 ആയപ്പോഴേക്കും ഞങ്ങൾ സ്കൂളിലെത്തി. ടീച്ചറോട് സംസാരിച്ചിട്ട് ഏത് ക്ലാസ്സിലാണെന്നൊക്കെ ചോദിക്കാമെന്ന് ഓർത്തു. അപ്പോൾ നോക്കുമ്പോൾ അതാണ്ട് ഇവളുടെ ക്ലാസ് ടീച്ചർ എത്തിയിട്ടില്ല. ക്ലാസ് ടീച്ചർ എത്തണമെങ്കിൽ 10 മണി കഴിയും. അപ്പോൾ 10 മണി കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് തിരിക്കുള്ളൂ എന്ന് പറഞ്ഞു. കാരണം ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്, ഇവൾ സോഷ്യലാണ് വരുന്നത്, ഗണിതത്തിൻ്റെ വേറെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റ് തിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് അവളുടെ ക്ലാസ് റൂം കേട്ടോ. ഇവളുടെ ക്ലാസ് റൂമിൻ്റെ പുറത്ത് കണ്ട് ഇതേപോലെ ചെരുപ്പ് വെക്കാനുള്ള സ്റ്റാൻഡുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയാണ് കേട്ടോ. പുറത്തൊക്കെ വലിയ വൃത്തിയില്ലെങ്കിൽ എന്നാലും കുഴപ്പമില്ല, നമ്മുടെ പണ്ടത്തെ സ്കൂളിനെക്കാട്ടും എത്രയോ ബെറ്ററാണ് കേട്ടോ. അപ്പോൾ അതാണ്ട് ക്ലാസ് റൂമിൽ ഞങ്ങൾ ബോറടിച്ച് ഞങ്ങൾ കുത്തിരിക്കാൻ തുടങ്ങി. ചേട്ടായി ആണെങ്കിൽ ലീവ് എടുത്തേക്കുക. കാരണം ലച്ചുട്ടീനെ നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് ലച്ചുട്ടീനെ ഞാൻ കുറച്ച് നേരം ചേട്ടായിൻ്റെ അടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ചേട്ടായി ലീവാക്കി കേട്ടോ. ക്ലാസ് റൂമിൽ കണ്ടോ, ചെരുപ്പിടാത്തയും കൊണ്ട് അത്രയും നീറ്റായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഒന്നെന്ന് ചോദിച്ചാൽ ടീച്ചേഴ്സൊക്കെ കണ്ടോ, ഇവിടെ ഡെസ്കും ബെഞ്ചൊക്കെ ഇങ്ങനെ ഇട്ടേക്കുന്നത്, നമ്മുടെ പണ്ടുള്ള ഇടണ മാതിരിയല്ല. അപ്പോൾ പുറകിൽ കളിക്കുന്ന പിള്ളേരൊന്നും അധികം കാണൂല ടീച്ചേഴ്സ്. ഇത് അങ്ങനെയല്ല, ഇത് ടീച്ചർക്ക് ഓവറോൾ എല്ലായിടത്തും കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ഇട്ടേക്കുന്നത്. പിന്നെ ഇതാണ് എൻ്റെ മോള് ചെയ്ത വർക്ക്. 2 ചാർട്ട് അവളെ കൊണ്ട് എഴുതിച്ചിരുന്നു, പ്രളയവും കാലാവസ്ഥയും. അതിനെ പറ്റിയ കുറച്ച് പോയിൻറ്റ്സുകളും അവൾ തന്നെ എഴുതിയിരുന്നു കേട്ടോ. നമ്മൾ ഒരു റഫ് നോട്ടിൽ എഴുതി വെച്ചിട്ട് അത് അവൾ അങ്ങോട്ട് എഴുതിയിരുന്നു. നല്ല നീറ്റായിട്ട് അവളുടെ ഒരു ഇതിൽ നീറ്റായിട്ട് അവൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇത് ചെയ്തിട്ടാണെങ്കിൽ എല്ലാവരും നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും അവൾ ഇത് സ്വന്തം ചെയ്തല്ലോ അങ്ങനെയൊക്കെ ഭയങ്കര പറഞ്ഞു. എനിക്കായാലും ഭയങ്കര സന്തോഷമായി. എല്ലാ അമ്മമാരും എന്നോടും വന്ന് പറഞ്ഞു, ഓ അവളെടുത്തേക്കണം നല്ല രസമുണ്ട് കേട്ടോ, എന്തായാലും ഇത് ചെയ്യാൻ തോന്നിയില്ലോ അങ്ങനെയൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഒന്നാമത് നമുക്ക് അധികം ആയിട്ടുമില്ലല്ലോ ആ ഒരു പ്രളയം നടന്നിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കുറേ പോയിൻറ്റ്സ് അവൾ പറഞ്ഞു, ഉരുൾപൊട്ടൽ എന്താണെന്നുള്ള അതിൻ്റെ കാരണങ്ങളൊക്കെ അവൾ പറഞ്ഞു കൊടുത്തു ടീച്ചേഴ്സിനോട്. അപ്പോൾ അതാണ്ട് ഞങ്ങളാകെ ബോറടിച്ച് ഉച്ച കഴിഞ്ഞു, 1:30 ടൈമായിട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നപ്പോണ്ട് ഒരു വാഗമരം, ഇവരുടെ സ്കൂളിൽ എപ്പോഴും വാഗമരമുണ്ട്. ഇവൾ ആദ്യം പഠിച്ച സ്കൂളുണ്ട്, LKG UKG പഠിച്ച വേറൊരു സ്കൂളായിരുന്നു. അവിടെ അതേ വാഗമരം ഉണ്ട് കേട്ടോ. എന്താറില്ല, മിക്ക സ്കൂളിൽ കാണാറുണ്ട്. അതുപോലെ ഞാൻ ഈ സ്കൂളിൽ ഇവളെ ചേർത്താൻ വന്നപ്പോഴായാലും ഈ ഒരു ഇതിൽ നിറയെ പൂവുണ്ടായിരുന്നു, ചുവന്ന പൂവ്. എന്ത് രസമായിരുന്നു എന്നറിയാം കാണാൻ. പിന്നെ ഇവിടുത്തെ കാഴ്ചകളായാലും നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ അതാണ്ട് കുഞ്ഞിക്കായാലും രാവിലെ ഒരിത്തിരി എന്തോ തിന്നിട്ട് വന്നതാണ്. അപ്പോൾ അവൾക്കും വിശക്കുന്നുണ്ട്. അപ്പോൾ അവൾക്കൊരു കൂടെ ബിസ്ക്കറ്റും തിന്നാൻ കൊടുത്തു കേട്ടോ. ലച്ചുട്ടിക്കാണെങ്കിലും ഭയങ്കര കച്ചറയല്ല, ഈ വിശന്നിട്ട് ഉറക്കത്തിൻ്റെ ഒക്കെ ഒരു കച്ചറ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.